നിയമസഭാ ഇലക്ഷന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള രൂപത്തിൽ വളരെ ചൂടുപിടിച്ച ചർച്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒറ്റത്തവണ മാത്രമാണ് അബദ്ധത്തിൽ ഒരു ചാണകം ചവിട്ടിപ്പോയത്, അല്ലേ? അപ്പോൾ നമ്മളുടെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പാർട്ടികളും മുന്നണികളും പലതരത്തിലുള്ള ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പല രൂപത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രൈമറി ആയ അജണ്ട എന്ന് പറയുന്നത് ഈ പ്രാവശ്യവും കേരളം ചാണകം ചവിട്ടാതെ മുന്നോട്ട് പോവുക, BJPക്ക് ഒരു സീറ്റ് പോലും അബദ്ധത്തിൽ പോലും കിട്ടിപ്പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായി എല്ലാ മതേതര വിശ്വാസികളും വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് BJP ഏറ്റവും ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളായി അവർ ഫോക്കസ് ചെയ്ത് അവർക്ക് വിജയിക്കാൻ സാധിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് അവർ കരുതുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആ നിലക്ക് എന്തെങ്കിലും സാധ്യതകളുള്ള മണ്ഡലങ്ങൾ എടുക്കുകയും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും അവിടെ ആ ഒരു കാര്യം തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കണക്കുകൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഫാക്ട് ചെക്കിംഗ് ആണ്. അതായത് ഇപ്പോൾ BJP അല്ലെങ്കിൽ NDA, പ്രത്യേകിച്ചും NDAയിൽ തന്നെ BJP ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം, പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം അവരുടെ ഒരു നയം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലായിടത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്കാറ്റേർഡായി പോവാതെ വളരെ കുറച്ചിടങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ വിജയിക്കുക. അതുകൊണ്ട് അവർ വളരെ പ്രധാനപ്പെട്ട അവർക്ക് വോട്ട് നന്നായിട്ട് കൂട്ടാൻ പറ്റുന്ന B ക്ലാസ് എന്ന് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള മണ്ഡലങ്ങൾ പോലും ഒഴിവാക്കിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥിയില്ല, അതേപോലെ തന്നെ തൃക്കാക്കര, അതേപോലെ തന്നെ റാന്നി, കോന്നി, ഇതൊക്കെ NDAയിലെ മറ്റ് ഘടകകക്ഷികൾക്ക് കൊടുത്തിട്ട് ഇവർ കുറച്ച് മണ്ഡലങ്ങളിൽ ഒരു 10 മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്യുക, ഒരു 4-5 നേടുക എന്നുള്ളതാണ് അവരുടെ പ്രൈമറി ഫോക്കസ്. അപ്പോൾ നമ്മളുടെ പ്രൈമറി ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് 0 അവർ ഒതുക്കുക എന്നുള്ളതായിരിക്കണം. അത് LDF UDF ഒരുപാട് വിഷയങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ പല കാര്യങ്ങളിൽ പല തൽപരരായിരിക്കും. പക്ഷേ ഇതിൽ നമ്മളെല്ലാം യോജിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ UDFന് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ പോലും ശിവൻകുട്ടിയുടെ വിജയത്തെ അവർ ആഘോഷിച്ചത് നിയമത്തുള്ള. അതേപോലെ തന്നെ പാലക്കാട് ഷാഫി വർമ്മൻ്റെ വിജയത്തെ LDFും ഈ UDFിനോടുള്ള എതിർപ്പ് നിലനിൽക്കെ തന്നെ അവർ ആഘോഷിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ BJPക്ക് ഒരു സീറ്റ് ഇവിടെ ഇല്ല എന്നുള്ളത്, നമ്മൾ ചാണകം ചവിട്ടുന്ന ആളുകളല്ല എന്നുള്ളത് അത് പ്രഖ്യാപിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു 9 മണ്ഡലങ്ങളാണ്. ഇതല്ലാതെ കുറച്ചും കൂടി ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി അവർ സമരരംഗത്തുള്ള, പോരാട്ടരംഗത്തുള്ള വേറെ മണ്ഡലങ്ങൾ ഇപ്പോൾ ഉണ്ടാവാം. ഈ 9 മണ്ഡലം കുറച്ചുകൂടി പ്രധാനമാണ്. അതിൽ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറന്മുള, പാല, തൃശ്ശൂർ, നാട്ടിക, പാലക്കാട്, മഞ്ചേശ്വരം. അപ്പോൾ ഇതിൽ ഓരോ മണ്ഡലങ്ങളിലേക്ക് പോവാം. ഒരുപാട് ചർച്ച പ്പെടുന്ന കാര്യങ്ങളാണ്. ഒന്നാമത് പാലക്കാട് തന്നെയാണ്. പാലക്കാട് BJP വലിയ സാധ്യത മുമ്പേ തന്നെ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. മെട്രോമാൻ അടക്കം വന്നിട്ടും വീഴാത്ത പാലക്കാടാണ്. അപ്പോൾ ഇപ്രാവശ്യം പിഷാരടി, NMR റസാഖ്, ശോഭ സുരേന്ദ്രൻ, ഇതാണ്. ഇപ്പോൾ നമുക്ക് കണക്ക് പരിശോധിക്കുന്ന സമയത്ത് പാലക്കാടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു സമയത്ത് മാത്രമല്ലാത്ത ബാക്കി സമയങ്ങളിലൊന്നും ഭയങ്കരമായിട്ട് BJP കയറിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ BJPൻ്റെ സ്ട്രോങ് ഹോൾഡാണ് പാലക്കാട്. ഇപ്പോൾ മഞ്ചേശ്വരം നമ്മൾ അടുത്ത് പറയുമ്പോൾ മഞ്ചേശ്വരത്തു നിന്നുള്ളത് പോലത്തെ ഒരു വളരെ അടുത്തേക്കൊന്നും എത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും നല്ല കോമ്പറ്റീഷൻ, എസ്പെഷ്യലി രണ്ടാമത്തെ ടേമാണ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി മുനിസിപ്പാലിറ്റി അവർ നേടുന്നത്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ, അതും KC കൃഷ്ണകുമാറിനൊക്കെ മാറി ഒരു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് ഉള്ള, ഏത് മണ്ഡലത്തിൽ പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് കൂട്ടുന്ന നല്ലൊരു ക്യാമ്പയിനർ ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് നിലവിലുള്ളത്. അപ്പോൾ ആ ശോഭാ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും മെട്രോമാനൊക്കെ നേടിയ വോട്ടിൻ്റെ അടുത്തേക്ക് വരെ എത്തിക്കാനുള്ളൊരു സാധ്യത നിലവിൽ കാണണം. ഒപ്പം തന്നെ തൊട്ട് മുമ്പുണ്ടായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ ഒക്കെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ എല്ലാവർക്കും അറിയുന്നില്ല ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള വിഷയത്തിൽ പ്രത്യേകം അവിടെ പറയേണ്ട ആവശ്യമില്ല. അവിടെ സ്ട്രോങ് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത് രമേശ് പിഷാരടി തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ തന്നെ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കാൻ. പാലക്കാടിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ അവിടെ കോൺഗ്രസ് തന്നെയാണ് ഇപ്പം ഒരു BJPയോട് ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥി NMR റസാഖ് പലപ്പോഴും ഈ മുസ്ലിം വോട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മുസ്ലിം സമുദായങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ അത്തരം കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഒരു പരിഗണനയിലേക്ക് വരാൻ പാടില്ല. അത്യാവശ്യം നല്ലൊരു മുതലാളിയാണ്, നല്ല രീതിയിൽ ആളുകളോട് ഡീൽ ചെയ്യുന്ന മനുഷ്യനാണ്. ആ തരത്തിൽ ഒരുപാട് പോസിറ്റീവ്സ്, മേ ബി നമുക്ക് അറിയുന്ന അറിയാത്തൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ആളുകൾക്ക് ഉണ്ടാവാം. പക്ഷെ അതൊരിക്കലും ഇത്തരം ഒരു സാഹചര്യത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റരുത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിൽ ഏത് ഇടപെടലുകളാണെങ്കിലും സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു 2000 വോട്ട് അങ്ങോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫുൾ പിക്ചർ അവിടെ മാറും. അത്
ശോഭാ സുരേന്ദ്രനെ പോലത്തെ ഒരാൾ ആ ക്യാമ്പയിൻ അത്രത്തോളം ഡൗൺ ലെവലിൽ നടത്തുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കാണണം. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വാശിൻ്റെ പേരിൽ വേറെ എന്തെങ്കിലും റീസൺസിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ അവിടെ എൻ എം ആർ റസാഖ് സ്വാഭാവികമായിട്ട് ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള വിഷയം വളരെ ഒബ്വിയസ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു 1000 ആളുകളോ 2000 ആളുകളോ ഒരിക്കലും വോട്ട് അങ്ങോട്ട് പോകുന്ന രീതിയിലൊരു നിലപാട് ഒരിക്കലും ഉണ്ടാവരുന്നുള്ളതാണ് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പിഷാരടിയിലേക്ക് തന്നെയാണ് BJP വരാതിരിക്കാൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഉള്ളത് കഴക്കൂട്ടത്തിലേക്ക് തന്നെ പോകാം. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാണ് സിറ്റിംഗ് MLA LDF. അതേപോലെ തന്നെ മത്സരരംഗത്തുള്ള BJP സ്ഥാനാർത്ഥിയായിട്ടുള്ളത് വി മുരളീധരനാണ്. അതേപോലെ തന്നെ UDFൻ്റെ ഭാഗത്തു നിന്നുള്ളത് ശരത്ചന്ദ്ര പ്രസാദാണ്. നമ്മളിങ്ങനെ ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് BJPക്ക് എല്ലാ സ്ഥലം എന്നുള്ള പോലെ തന്നെ 2016 മുതലാണ് ഇങ്ങനെ വോട്ട് കൂടി വരുന്നത്. 2001 മീൻസ് വളരെ എന്നുള്ളത് 2000ത്തിൻ്റെ തുടക്കത്തിലൊന്നും വോട്ടിൽ അധികം എല്ലാ സ്ഥലമാണ്. 2001 3700 വോട്ട് മാത്രമേ ഉള്ളൂ. 2006 പിന്നെയും കുറഞ്ഞ് 2500 വോട്ടായി. 2011 7500 വോട്ടായിട്ട് കൂടി. 2016 7500 എന്നുള്ളത് മാറി 42,000 വോട്ടായിട്ട് BJPക്ക് മാറുന്ന സ്ഥലമാണ്. അത് 2021 ആകുമ്പോൾ 40,000 നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വലിയ ഇമേജ് തന്നെയാണ്. വി മുരളീധരനാണ് 2016 വരുന്നത്, 42,000 വോട്ട് നേടുന്നു. ശേഷം 40,000 വോട്ടിൽ കുറച്ച് കുറഞ്ഞു ശോഭാ സുരേന്ദ്രനാണ് അത് നിലനിർത്തിയത്. ശോഭാ സുരേന്ദ്രൻ പോലത്തെ വലിയ ലീഡറാണ്. ഇതിന് ശേഷം വീണ്ടും വി മുരളീധരൻ വരുമ്പോൾ അവിടെ ഒരു കുറച്ചും കൂടി ഒരു ഗ്രൗണ്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് അവരധിക വോട്ട് നേടാനൊരു സാധ്യത നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതിൽ സിറ്റിംഗ് MLA ആയിട്ട് ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ MA വാഹിദ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ വർക്ക് ചെയ്ത് കയറുമെന്നാണ്. MA വാഹിദ് ആയിരുന്നു 2006 2001 2011 അവിടെ ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ. കടകംപള്ളി സുരേന്ദ്രൻ 2006 ജസ്റ്റ് 215 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അവിടെയൊക്കെ ആ സമയത്തൊക്കെ വർക്ക് ചെയ്ത് ശേഷം 2016 ആകുമ്പോഴേക്ക് അദ്ദേഹം വിജയിച്ചു വരുന്നു. 2021 വീണ്ടും വിജയിക്കുന്നു. 2016 അദ്ദേഹത്തിന് 7,000 വോട്ടാണ് ലീഡുള്ളത്. അത് 2021 ആകുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ വോട്ട് ലീഡ് എന്ന് പറഞ്ഞാൽ 23,000 വോട്ടാണ്. അപ്പോൾ അത് ഒരുപാട് കാലം അവിടെ MLA ആയിരുന്ന അഡ്വക്കേറ്റ് MA വാഹിദിനെ തോൽപ്പിച്ച് ശേഷം ലീഡ് പതുക്കെ ഉയർത്തി അത്രയോടെ ബേസുള്ളൊരു ലീഡറാണ്. അതാണ് അവിടുത്തെ ഒരു പോസിറ്റീവ്. മനസ്സിലാക്കേണ്ടത് 2016 മുതൽ ഈ ഒരു BJPയുടെ വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായതിനു ശേഷം അവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. അതെ, നേരെ മറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ആ ഒരു ഡെപ്ത് കൂട്ടി വരും ചെയ്യുന്നു. ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് ഈവൻ ലാൽ പോലും അല്ല, നേരെ മറിച്ച് ശരത്ചന്ദ്ര പ്രസാദാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലീഡറാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇലക്ട്രൽ ഗെയിൻ തീരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നമുക്ക് ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കാൻ മനസ്സിലാക്കാൻ പറ്റാം. 1991 ആറ്റിങ്ങലാണ് അദ്ദേഹം MLA ആയത്. അതും വെറും 400 വോട്ടിന് ലീഡിനാണ്. ശേഷം 2-3 തവണ അദ്ദേഹം അസംബ്ലി ഇലക്ഷനിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ 2021 മുതൽ അദ്ദേഹം കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി ഒരു സജഷനിൽ വരുന്നുണ്ട്. പക്ഷെ അതിനർത്ഥം നമുക്ക് വളരെ വലിയൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരാളാണെന്നല്ല. അപ്പോൾ വിവേകത്തോടുകൂടി ഈ വിഷയങ്ങളിൽ നമ്മൾ ശരിക്ക് ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇവിടുത്തെ നമ്മളെ വോട്ടിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ BJP കയറാതിരിക്കുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ട്രാക്ക് റെക്കോർഡ് വെച്ച് ശരിക്കും നമുക്കത് യുക്തിപൂർവ്വം തീരുമാനിക്കാൻ പറ്റണമെന്നുള്ളത്. കടകംപള്ളി തന്നെയാണ് അതിവിടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച് നോക്കുമ്പോൾ കടകംപള്ളിയിലേക്ക് തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ചും ഒരു ഈ BJP ജയിക്കരുത് അല്ലെങ്കിൽ ഒരു വർഗീയ ഫാസിസ്റ്റുകൾക്കൊരു സീറ്റ് കിട്ടാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ കടകംപള്ളിയിലേക്ക് വോട്ടുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥ വേണം എന്നുള്ളത് തന്നെയാണ്. ആ ഒരു മണ്ഡലം പരിശോധിക്കുമ്പോൾ ഡാറ്റ പരിശോധിച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. അതാണ് കഴക്കൂട്ട കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട മഞ്ചേശ്വരത്ത് 89 വരെ ഒരു വ്യത്യാസത്തിലേക്ക് എത്തിയ ഒരു വലിയ പിന്നെ എന്താ പറയുക അത്രമേൽ എന്താ പറയുക നെഞ്ചിരിപ്പോടുകൂടി ഇലക്ഷൻ റിസൾട്ട് നോക്കിയ ഒരു 2016 PV അബ്ദുൾ റസാഖാണ് ആ സമയത്ത് അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. 89 വോട്ടുകൾക്കാണ് BJPനെ പരാജയപ്പെടുത്തിയത്. അവിടെ നിന്ന് 2021 ആയപ്പോഴേക്കും ഭയങ്കര പുരോഗമനമൊന്നും അവിടെ UDF അല്ലെങ്കിൽ ലീഗിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല. വെറും 745 വോട്ടിനാണ് അവിടെ പരാജയപ്പെടുന്നത്. ഈ രണ്ട് സമയത്തും BJP പരാജയപ്പെടുന്നത്. അതെ, BJP പരാജയപ്പെടുന്നത്. ലീഗ് വിജയിച്ചു, പക്ഷേ 45 വോട്ടിന് ലീഡ് മാത്രമേ ഉള്ളൂ. രണ്ട് സമയത്തും സുരേന്ദ്രനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതേ സുരേന്ദ്രൻ തന്നെയാണ് വീണ്ടും അവിടെ ക്യാമ്പയിൻ ചെയ്ത് ആ ഗ്രൗണ്ട് ലെവൽ അറിഞ്ഞ് പ്രവർത്തിച്ച് വരുന്നത്. സോ ആ ഒരു പൊളിറ്റീഷ്യൻ്റെ ആ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു മനുഷ്യൻ്റെ ആ ഒരു 15 കൊല്ലത്തെ അവിടുത്തെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കേണ്ട വിഷയമാണ്. 89 എന്ന് പറഞ്ഞാൽ ഒരു 50 ആൾ അല്ലെങ്കിൽ 45 ആൾ മാറ്റി ചെയ്താൽ വിഷയം കഴിഞ്ഞു. പരാജയപ്പെട്ടു, ഒരു വോട്ടിന് പരാജയപ്പെടും. 745 പറഞ്ഞാൽ 500 ആൾ അല്ലെങ്കിൽ ഒരു 300-400 ഇടയിലുള്ള ആളുകൾ 320, 330 അല്ലെങ്കിൽ 367 ആളുകൾ മാറ്റി വോട്ട് ചെയ്താൽ
ആ വിഷയം തീർന്നു, പരാജയപ്പെട്ടു. കാരണം 370 എന്നൊക്കെ പറയുമ്പോൾ ഒരു അസംബ്ലി മണ്ഡലം സംബന്ധിച്ച് വളരെ കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഗൗരവത്തോടെ ഇപ്പോൾ നമുക്ക് എ കെ അഷ്റഫ് സാഹിബിനെ സംബന്ധിച്ച് ഒരുപാട് അപരന്മാരെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ അപരന്മാർ ഒരിക്കലും നമ്മൾ അബദ്ധത്തിൽ പോലും വോട്ട് മാറി ചെയ്യാൻ, കാരണം 300 ആളുകൾ അറിയാതെ മാറി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിഷയം വലിയൊരു പിക്ചർ മാറുന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവുന്നുള്ളതാണ്. ഇപ്പോൾ SDP-ൻ്റെ ഒക്കെ അവിടുത്തെ ഒരു ഇടപെടൽ നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് അത് ചർച്ചയാവുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടി പിന്നെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല, അത് നല്ലൊരു വിഷയം. പിന്നെ ഇത്രയും ഹോട്ട് സീറ്റ് ആയിട്ടുള്ള ഇത്രയും ഒരു നേരത്തെ പറഞ്ഞല്ലോ 45 ആളും അന്ന് മാറ്റി ചെയ്തിരുന്നെങ്കിൽ, മാറ്റി ചെയ്യുക മീൻസ് BJP ചെയ്യുന്ന കാര്യമല്ല, പിന്നെ ഒരു 100 ആള് അന്ന് LDF-ന് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്ന് വിചാരിക്കാം, തീർന്നു, കഥ കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് പിന്നെ ഒരു പാർട്ടി ആവണമെന്നില്ല, ഒരു ചെറിയൊരു തറവാട് തീരുമാനിച്ചാൽ മതി BJP ജയിക്കാൻ. അത്രമാത്രം അപകടകരമായി നിൽക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഓരോ പിന്നെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അല്ലെങ്കിൽ സംഘടനകളാണെങ്കിലും അവർക്ക് അവരുടേതായ അജണ്ടകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ശക്തി പ്രകടനം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ അത് ശരിയാണോ തെറ്റാണോ അതൊക്കെ വേറെ ഡിബേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ അജണ്ട അത് മറ്റെല്ലാത്തിനും ഉപരി ചാണകം ചവിട്ടാതിരിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം. അപ്പോൾ അവിടെ ഒരു തരക്കും പിന്നെ ഈ രൂപത്തിൽ പിന്നെ BJPക്ക് സഹായകമാകുന്ന രൂപത്തിലേക്കുള്ള ഒരു പൊസിഷൻ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, വളരെ ഒബ്വിയസ് ആണ്, BJPയും അതേപോലെ തന്നെ UDF-ഉം തമ്മിലാണ് എഡ്ജ് ടു എഡ്ജ് ആയിട്ട് നിൽക്കുന്നത്. അവിടെ BJP വരാൻ പാടില്ല എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ആവശ്യമാണ്. അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇത് വേറെ ആർക്കും ട്യൂഷൻ എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല, അത് വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എന്തൊക്കെ തന്നെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഇവിടെ BJP വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഒബ്വിയസ് ആണ്, അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതെ, ഇപ്പോൾ അവിടെ ലീഗിനോടുള്ള എതിർപ്പാണ് SDP-ൻ്റെ നീക്കത്തിനൊക്കെ പിന്നിൽ നിന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇനി വാട്ട് എവർ ഇറ്റ് ഈസ്, ചിലപ്പോൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ആയിരിക്കാം, അത് ആരുടെ ഭാഗത്തുനിന്നാണെങ്കിലും ആ ജെന്യൂൻ റീസണും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ആ നാട്ടിൽ ഒരുപാട് ആളുകളുടെ വലിയ പ്രശ്നമാണെങ്കിൽ പോലും അതിനപ്പുറമാണ്, അതിനേക്കാൾ അപ്പുറമാണ് ഒരു സീറ്റിൽ 5 വർഷത്തേക്ക് BJPയുടെ ഒരു MLA നമ്മളെ ഇതിൽ നിയമസഭയിൽ വന്നിരുന്ന് അവിടെ ഭരണം നടത്തുക പറഞ്ഞാൽ അതിനേക്കാൾ ഡേഞ്ചറാണ്. അപ്പോൾ ആ കോസിന് ഒന്നുകൂടി പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലൊരു റിസ്ക് എലമെൻറ്റ് കൂടി കാണാൻ പറ്റുന്ന പറഞ്ഞാൽ, ഇപ്പോൾ അഷ്റഫ് ബഡാജെ എന്ന് പറയുന്ന KM അഷ്റഫ് എന്ന പേരിൽ കാൻഡിഡേറ്റ് ആയിരുന്ന SDP-ൻ്റെ സ്ഥാനാർത്ഥി പിൻവലിച്ചു. അദ്ദേഹം സ്ഥാനത്ത് പിൻവലിക്കുന്നത് SDP-യിലെ തൻ്റെ എല്ലാ സ്ഥാനങ്ങൾ കൂടി അവസാനിപ്പിച്ചുകൊണ്ടാണ്. അഥവാ SDP-യിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പിന്തുണക്കുന്ന ആളുകൾ മേ ബി അവിടെ ഉണ്ടാവാം. ആ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ മുറുമുറുപ്പുണ്ടാവും, അവർക്ക് എതിർപ്പുണ്ടാവും. ഇങ്ങനെ ഒരു നിലപാട് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ട്, അഥവാ ഈ SDP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് അവരെ പിൻവലിപ്പിക്കാനുള്ള നിലപാടുണ്ടായതുകൊണ്ട്, അപ്പോൾ ആ ഒരു എതിർപ്പൊക്കെ ഉണ്ട് എന്നതുകൊണ്ട്, എതിർപ്പൊക്കെ ഉണ്ട് എന്നൊരു കാരണം കൊണ്ട് ഒരിക്കലും മാറ്റിക്കുത്തുന്നൊരവസ്ഥ അത് ഒരു കാരണവശാലും ഉണ്ടാവരുത്. കാരണം അത് വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ ചെറിയ ഈഗോകളുടെ വിഷയം കൊണ്ട് നമ്മളൊരിക്കലും ആ ഒരു അപകടം ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മൾ പോരുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നിയമത്തേക്കാണ്. നിയമം എല്ലാവർക്കും അറിയുന്ന പോലെ ത്രികോണ മത്സരം ലിറ്ററലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ശിവൻകുട്ടിയും അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും ശബരിനാഥുമാണ് പോരാട്ടം. എന്താ പറയുക, എല്ലാം പിന്നെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവിടെ 3 പേരും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവിടെ ശിവൻകുട്ടിയാണ് സിറ്റിംഗ് MLA എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ശബരിനാഥ് പിന്നെ നേരത്തെ പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ അവിടെ കോൺഗ്രസ് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഫാക്ടറാണ് ശബരിനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസും എന്ന് വെച്ചാൽ UDF-ഉം അവിടെ വളരെ ശക്തമാണ്. എന്നാൽ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗ്രൗണ്ട് എങ്ങനെയെന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൃത്യമായൊരു തീരുമാനം പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ മഞ്ചേശ്വരമൊക്കെ പറഞ്ഞതുപോലെ അവിടെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുക്തിസഹമായി ആലോചിച്ച് ഗ്രൗണ്ടിൻ്റെ ഒഴുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ശിവൻകുട്ടി ഓർ ശബരിനാഥ് എന്നുള്ളൊരു ഡിസിഷനിലേക്ക് നമ്മൾ എത്താൻ വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ വിഷയത്തിൽ ഒരു ചെറിയൊരു അബദ്ധം മതി. അത് രാജീവ് ചന്ദ്രശേഖരനെ പോലത്തെ ഒരാളാണ്, സ്വാഭാവികമായിട്ടും കാസ്റ്റിൻ്റെ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു ക്യാമ്പയിൻ അവിടെ നടക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് ഒരുപാട് ഡിമെറിറ്റ്സും ഉണ്ട്. ഭാഷൻ്റെ പ്രശ്നമുണ്ട്. അദ്ദേഹം ഒരു കേരളത്തിൻ്റെ പൊളിറ്റിക്സിനെ പറ്റി ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം എങ്ങനെയൊക്കെ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. അതൊന്നും വെല്ലുവിളിയോ അല്ലെങ്കിൽ ഡിബേറ്റോ അതൊക്കെ നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡാമേജ് ഉണ്ടാവുക. പക്ഷേ എന്നിരുന്നാലും ആ നെഗറ്റീവ്സ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ തീരെ വില കുറച്ച് കാണരുത്. കാരണം നിയമം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ
BJPക്ക് വോട്ടുള്ള സ്ഥലമാണ്. ഒപ്പം തന്നെ രണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു റിസ്ക് എലമെൻ്റ് ഇവിടെ വരും. കാരണം ശബരിനാഥ് അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വി ശിവൻകുട്ടി ഒരു മന്ത്രിയാണ്, അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള റീച്ച് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഈ രണ്ടുപേരും വിജയിക്കുന്ന ഒരു പ്രതീക്ഷയിൽ രണ്ടുപേർക്കും ആ വോട്ട് ഡിവൈഡഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രയാസം അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊരിക്കലും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിനി വട്ടിയൂർക്കാവിലേക്ക് വരികയാണ്. അതാണ് കുറച്ചുകൂടി ഭയങ്കര ടൈറ്റ് ആയി പോകുന്നത്. ലിറ്ററലി ത്രികോണ മത്സരമാണ്. കാരണം അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ BJPൻ്റെ വോട്ട് മാത്രം നോക്കുകയാണെങ്കിൽ 2011 13,000 വോട്ടുള്ളത്. എല്ലാ സമയത്തും 2011 കഴിഞ്ഞ് 16 ആകുമ്പോഴാണ് അവരുടെ വോട്ട് കൂടുന്നത്. 16 വരുമ്പോൾ VV രാജേഷിന് 13,000 ആയിരുന്നു 11 വോട്ടുണ്ടായിരുന്നത്. 2016 വരുമ്പോൾ കുമ്മനം രാജശേഖരൻ വരുന്നു, 43,000 ആവുന്നു വോട്ട്. അത് 2019 ആ സമയത്ത് കെ മുരളീധരനാണ് അവിടെ MLA, അദ്ദേഹം MP ആയിട്ട് പോകുന്നു. 2019 വീണ്ടും ബൈ ഇലക്ഷൻ വരുന്നു. ആ ബൈ ഇലക്ഷൻ വരുന്ന സമയത്ത് സുരേഷിനെ നിർത്തിയിട്ട് 27,000 ആയിട്ട് വോട്ട് കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും അവിടുത്തെ അവിടുത്തെ ഒരു സിസ്റ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. VV രാജേഷ് നിൽക്കുന്നു 13,000 ആവുന്നു, കുമ്മനം നിൽക്കുന്നു 43,000 ആയിരുന്നു, സുരേഷ് നിൽക്കുന്നു 27,000 ആയിട്ട് കുറയുന്നു. വീണ്ടും VV രാജേഷ് അടുക്ക് വരികയാണ്, 2021 വരികയാണ്. അപ്പം 39,000 ആയിട്ട് വോട്ട് വീണ്ടും കൂടുന്നു, സെക്കൻഡ് ആവുന്നു, രണ്ടാം സ്ഥാനത്തേക്ക് അദ്ദേഹം പോവുകയും ചെയ്യുന്നു. ഇതിൽ ഇപ്പോൾ അവിടേക്ക് വരുന്നത് R ശ്രീലേഖയാണ്, അത് മുൻ IPS ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ നമുക്ക് VV രാജേഷ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി റിസ്ക് എലമെൻറ്റ് കൂടിയിരുന്നു. ബിക്കോസ് അദ്ദേഹം നല്ല അവിടെ ബേസിലാണ്, 2011 മുതൽ അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുമ്മനം രാജശേഖരനോ അതേപോലത്തെ ഒരു BJP അത്രയും വലിയ ലീഡർ വരികയാണെങ്കിൽ റിസ്ക് എലമെൻറ്റ് കൂടിയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ശ്രീലേഖയാണ് വരുന്നത്. ശ്രീലേഖ ഒരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റിക്ക് അവിടെ വോട്ട് കിട്ടുമെന്ന് ഉറപ്പില്ല. കാരണം ഈ സുരേഷ് പോലും അത്യാവശ്യം ആളുകൾ അറിയുന്ന ഒരു നേതാവാണ്, പക്ഷെ എന്നിട്ടും അവിടെ വോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഭയങ്കര ഒരു ഫിഗർ വന്നാലേ ചിലപ്പോൾ അവിടെ വോട്ട് കയറുള്ളൂ. അപ്പോൾ അതാണ് ഒരു പോസിറ്റീവ് എലമെൻ്റ് ഉള്ളത്. പക്ഷെ അത് നെഗറ്റീവ് ആകാം. കാരണം ഇത്തരം സെലിബ്രിറ്റികൾ വന്ന് വോട്ട് നേടിപ്പോൾ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ BJPക്ക് ഉണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി പാർട്ടി പ്രവർത്തകനല്ല, പാർട്ടി നേതാവല്ല, അദ്ദേഹം വിജയിച്ചാണ് MP ആയിട്ട്. വലിയ കോമ്പറ്റീഷൻ തൃശ്ശൂർ ലെജിസ്ലേച്ചറിൽ വെച്ചാണ്. അതേപോലെ തന്നെ നമുക്ക് മെട്രോമാൻ ഈ ശ്രീധരൻ അറിയാം, അദ്ദേഹം വലിയ കോമ്പറ്റീഷൻ വെച്ചാണ്. അപ്പോൾ ആ റിസ്ക് എലമെൻറ്റും അവിടെ ഉണ്ട്. പക്ഷെ നമുക്കൊരു പോസിറ്റീവ് ചെറുതായിട്ട് കാണാൻ പറ്റുന്നത് അവിടെയാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ റിസ്ക് എലമെൻറ്റ്സ് ഒരുപാടുണ്ട്. ബിക്കോസ് ഇപ്പം പറഞ്ഞ 2011 16 അവിടെ വിജയിക്കുന്നത് കെ മുരളീധരനാണ്. അദ്ദേഹത്തിന് 2011 16,000 വോട്ട് ലീഡ്, 2016 ആകുമ്പോൾ വോട്ട് ലീഡ് 8,000 കുറഞ്ഞു. ഇനി 2019 അദ്ദേഹം പോയി ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇലക്ഷനിലല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫിഗർ കാരണം അദ്ദേഹത്തിന് അത്ര വോട്ട് ഇട്ടിരുന്നത്. 19 ആയപ്പോഴേക്ക് കാറ്റ് മാറി. UDFൻ്റെ കെ മുരളീധരൻ വിജയിച്ച സമയത്ത് LDFൻ്റെ VK പ്രശാന്ത് വിജയിക്കുന്നു. VK പ്രശാന്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 14,000 19 14,000 ആയിരുന്ന VK പ്രശാന്ത് 2021 ആകുമ്പോഴേക്ക് 21,000 ഭൂരിപക്ഷത്തേക്ക് കയറുന്നു. അപ്പം നല്ലൊരു ട്രാക്ക് റെക്കോർഡ് VK പ്രശാന്തിനുണ്ട്. VK പ്രശാന്തിന് അവിടെ വലിയ സ്വീകാര്യതയുണ്ട് വട്ടിയൂർക്കാവ്. ഒന്ന്, ഇനി ഈ മത്സരത്തിൽ VK പ്രശാന്ത് ഉണ്ട്, നല്ല സ്വീകാര്യത VK പ്രശാന്ത് ഉണ്ട്. രണ്ടെന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ റിട്ടേൺ വരുന്നു. 2016 അവിടെ നിന്ന് പോയ മുരളീധരൻ റിട്ടേൺ വരുന്നു. മുരളീധരനും നല്ല ട്രാക്ക് റെക്കോർഡ് അവിടെ ഉണ്ട്. മുരളീധരൻ നല്ല വോട്ട് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ അവർ രണ്ടുപേരും ഒരേപോലെ വോട്ടുകൾ നേടുകയും ആ ശ്രീലേഖ കുമ്മനം രാജശേഖരൻ നേടിയ വോട്ടോ അല്ലെങ്കിൽ VV രാജേഷ് നേടിയ വോട്ടോ നേടുകയോ അതിനൊക്കെ കുറച്ച് അധികം നേടുകയോ ചെയ്താൽ പ്രയാസമാകും. യഥാർത്ഥത്തിൽ പ്രശ്നം ആ ശ്രീലേഖ എന്നുള്ള ഫാക്ടറിനേക്കാൾ പ്രശ്നം കിടക്കുന്നത് മുരളീധരനും അതേപോലെ തന്നെ പ്രശാന്തും ഒരുപോലെ ശക്തരാണ് എന്നുള്ളതാണ്. ഇവിടെ ഇവിടെയാണ് ശരിക്കും ഒരു ഡിസിഷൻ പറയാനുള്ളൊരു പ്രശ്നമുള്ളത്. മുരളീധരനാണോ അല്ലെങ്കിൽ പ്രശാന്താണോ ഗ്രൗണ്ടിൽ ഇപ്പോൾ ആർക്കാണ് സാധ്യത എന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെയുള്ള മണ്ഡലത്തിലുള്ള ആൾക്കാർ അത് വളരെ കൃത്യമായി വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കുകയും അങ്ങനെ വളരെ വിവേകത്തോടു കൂടി ഒരു ഡിസിഷനിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ള ഒരു വളരെ എന്താ പറയുക, അതിൽ ഒരിക്കലും പക്ഷപാതം കാണിക്കരുത്. ഇപ്പോൾ UDFകാരനാണ് നിങ്ങളെന്ന് വിചാരിച്ചോ, പക്ഷേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് VK പ്രശാന്തിനാണ് അവിടെ ജയസാധ്യത കൂടുതലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും VK പ്രശാന്തിന് വോട്ട് ചെയ്യണം. നിങ്ങൾ LDFകാരനാണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് കെ മുരളീധരനാണ് അവിടെ വിജയസാധ്യത കൂടുതലെങ്കിൽ അത് നിർബന്ധമായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നൊരു പരീക്ഷണം നോക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ ഒരിക്കലും വട്ടിയൂർക്കാവ് ഉണ്ടാവരുത്. കാരണം ട്രാക്ക് റെക്കോർഡ് സൈസ് അത് കുറച്ച് റിസ്ക് എലമെൻറ്റ് കൂടിയ സ്ഥലമാണ്. കാരണം ആർഷിയിലേക്ക് ഇനി ഭയങ്കരമായിട്ട് ഓടിയിട്ടില്ലെങ്കിലൊക്കെ ആ പോസിറ്റീവ് എലമെൻറ്റ് അവിടെ ഉണ്ട്. പക്ഷെ നമുക്കത് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആർഷിയിലേക്ക് അത്യാവശ്യം പോപ്പുലാരിറ്റി കേരളത്തിൽ ഉണ്ടെന്നുള്ളതാണ്.
അപ്പോൾ ഇതാണ് പിന്നെ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കൃത്യമായി ആർക്ക് വോട്ട് ചെയ്യണമെന്ന് BJP ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ആർക്ക് ചെയ്യണം എന്നുള്ളത് അവിടെ അത് യുക്തിപരമായിട്ട് ഗ്രൗണ്ട് നോക്കി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് പോകേണ്ടത് ആറന്മുളയിലേക്കാണ്. ആറന്മുളയിൽ മത്സരരംഗത്തുള്ളത് അത് നല്ല മത്സരമാണ്. അതെ, മന്ത്രിയായിട്ടുള്ള വീണ ജോർജാണ്. അതേപോലെ തന്നെ UDFന്റെ ഭാഗത്ത് അബിൻ വർക്കിയാണ്. BJPയുടെ ഭാഗത്ത് കുമ്മനം രാജശേഖരനാണുള്ളത്. അപ്പോൾ ആ നിലക്ക് എല്ലാം ശക്തരായ കാൻഡിഡേറ്റ്സ് ആണ് എന്നുള്ളതാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട. അതിൽ വീണ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ മന്ത്രിയാണ്. അതുപോലെ തന്നെ വീണ ജോർജാണ് ലാസ്റ്റ് 2 ടേമിലും അവിടെ MLA ആയിട്ടുള്ളത് 2016, 2021. പിന്നെ BJPന്റെ വോട്ടും അവിടെ നന്നായിട്ട് കൂടുന്ന സ്ഥലമാണ്. 2006 6000 വോട്ടായിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2011 ആയപ്പോൾ 10000 വോട്ടായി. അത് 2016 ആയപ്പോൾ 10000 എന്ത് മാറി 37,000 ആയി. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ 37,000 നേടുന്നത് MT രമേശാണ്. പക്ഷെ ആളെ മാറ്റുമ്പോൾ അവിടെ വോട്ട് കുറയുന്നുണ്ട്. ബിജു രമേശായിട്ട് മാറുമ്പോൾ 2016 37,000 കിട്ടുന്നത് 2021 29,000 കുറയുന്നുണ്ട്. പക്ഷേ MT രമേശിന് കിട്ടിയതിനേക്കാൾ വോട്ട് കിട്ടാൻ പറ്റുന്ന, MT രമേശിനേക്കാൾ പോപ്പുലാരിറ്റി ഉള്ള, അതിനേക്കാൾ വലിയ ലീഡറായിട്ടുള്ള കുമ്മനം രാജശേഖരനാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ വോട്ടിൻ്റെ ഒരു പാറ്റേൺ നേരെ റിട്ടേൺ വരാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ആൻഡ് കുമ്മനം രാജശേഖരൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇനി പരിശോധിക്കുന്ന ഓരോ സ്ഥലത്തും കുമ്മനത്തിൻ്റെ വാല്യൂ നമുക്ക്, അല്ലെങ്കിൽ ആ നേടുന്ന വോട്ടിൻ്റെ എണ്ണം ഒക്കെ വെച്ചാൽ വരും. നമ്മൾ ശരിക്കും നമ്മൾ യൂണിവേഴ്സ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്ര വലിയ ലീഡറാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരുപാട് വോട്ട് കിടുന്ന ആളാണ്. ഒരു ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ ആളുകളെ വോട്ടിലേക്ക് ഇലക്ട്രലിയും തിരിക്കാൻ പറ്റുന്ന ലീഡറാണ്. അപ്പോൾ അങ്ങനെ തിരിക്കാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. സോ അത് ഗൗരവമായിട്ടുള്ള മനസ്സിലാക്കേണ്ടതാണ്, പരിഗണിക്കേണ്ടതാണ്. കുമ്മനം രാജശേഖരന് MT രമേശിന് കിട്ടിയ ഒരു ഓളത്തിലുള്ള വോട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ അധികമുള്ള വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, MT രമേശ് അത്ര വോട്ട് പിടിച്ച സമയത്ത് അവിടെ 8,000 ലീഡുള്ളൂ വീണ ജോർജിന്. എന്നാൽ അവരുടെ വോട്ട് 9,000 കുറയുന്നു, 8,000 കുറയുന്നു. അപ്പോൾ വീണ ജോർജിൻ്റെ ലീഡ് 19,000 മാറുന്നു. അപ്പോൾ അത് നേരെ തിരിച്ചു വരാൻ ഒരു MT രമേശിന് കിട്ടിയ ഒരു 5,000 വോട്ട് അധികം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 6,000 വോട്ട് അധികം കിട്ടിയാൽ മതി, സിറ്റുവേഷൻ മൊത്തത്തിൽ മാറും. അപ്പോൾ അവിടെ യുക്തിപരമായിട്ട് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അബിൻ വർക്കി ഓർ വീണ ജോർജ്. ഡിസിഷൻ മേക്കിംഗ് വളരെ പ്രധാനമാണ്. നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സമയത്ത് എന്താണ് പിന്നെ ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് എന്നുള്ളതാണ് നോക്കേണ്ടത്. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹെൽത്ത് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് നെഗറ്റീവുകൾ, സ്വാഭാവികമായിട്ടും ഹെൽത്ത് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ശൈലജ ടീച്ചർ ഭയങ്കര സംഭവമായിട്ട് നിന്ന സമയത്താണ് വീണ ജോർജ് ഹെൽത്ത് മിനിസ്റ്ററായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് അങ്ങനെ മാനേജ് ചെയ്യാൻ വേണം കേട്ടിട്ടുണ്ടായത്. ലാസ്റ്റ് ആണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ വന്നത് കൊണ്ടുണ്ടായ ഒരു ഇടിവ് വീണ ജോർജിന്റെ. പിന്നെ ഈ ഒരു സംവാദം അബിൻ വർക്കിയും വീണ ജോർജും തമ്മിൽ നടന്ന ചാനൽ വളരെ പ്രസ് മീറ്റ് നടന്ന ആ ഒരു സംവാദം, അതിലൊക്കെ ഉള്ളൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. അത് ഏത് രൂപത്തിലാണ് ഗ്രൗണ്ടിൽ അത് എഫക്ട് ചെയ്യുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് അത്രയും എഫക്ട് ചെയ്യുന്നുണ്ട് അബിൻ വർക്കിക്ക് അനുസരിച്ചാണ് അത് എങ്കിൽ നമുക്ക് മണ്ഡലങ്ങളിലല്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് അവിടെ അബിൻ വർക്കിക്ക് വോട്ടുകൾ കൊടുത്തുകൊണ്ട് കുമ്മനം രാജശേഖരൻ ഒരിക്കലും അവിടെ ആ ഒരു എഡ്ജ് എടുക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇന്ത്യകമായിട്ട് അവിടെ യുക്തിപൂർവ്വം ഒരിക്കലും BJPയോടെ വരാതിരിക്കാനുള്ള ശ്രമം, പ്രത്യേകം ഇടപെടലുകളിലൂടെ വോട്ടേഴ്സ് ഉണ്ടാക്കണം എന്നുള്ളത്. അടുത്ത ഒരു മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അത് BJPക്കാർ പ്രൊജക്റ്റ് ചെയ്യുന്ന അവരുടെ ഒരു ക്ലാസ് മണ്ഡലമെന്നോ അല്ലെങ്കിൽ ആ രൂപത്തിൽ അവർ പറയുന്ന ഒരു മണ്ഡലമാണ് പാലാ എന്ന് പറയുന്നത്. പക്ഷേ ഡാറ്റ വെച്ച് സംസാരിക്കുമ്പോൾ അത്ര ഒരു ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മൾ വോട്ട് പരിശോധിക്കുകയാണെങ്കിൽ 2011 അവർക്ക് 6,000 വോട്ടുള്ളത്. സ്വാഭാവികമായിട്ടുള്ള റൈസ് 2016 എല്ലാ സമയത്തും എന്നവരെ അവിടെ വരുന്നുണ്ട്. 24,000 അവിടെ ഹരി എന്നാണ് അവിടെ സ്ഥാനാർത്ഥി എടുക്കുന്നത്. എന്നാൽ ഹരി എന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടും അവിടെ 24,000 കൂടുന്നില്ല. 18,000 കുറയാണ് ചെയ്യുന്നത്. 19 ബൈ ഇലക്ഷനിൽ കേട്ടോ. പിന്നെ മെയിൻ ഇലക്ഷൻ വരുമ്പോഴേക്ക് പ്രമീളദേവിയായിട്ട് മാറുന്നു, സ്ഥാനാർത്ഥി മാറുന്നു. അതുകൊണ്ടും 16,000 കുറയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യത്തുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ BJPയുടെ ഷോൺ ജോർജാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. UDFൻ്റേത് മാണി സി കാപ്പനും LDFൻ്റേത് ജോസ് കെ മാണിയുമാണ്. മാണി സി കാപ്പനുമാണ് ഒരുപാട് നാളായിട്ടുള്ള മത്സരം നടക്കുന്ന. അവർ തമ്മിൽ എനിക്ക് ഇത്തവണ മത്സരം. പക്ഷെ ഷോൺ ജോർജ് വന്നത് കൊണ്ടുള്ളൊരു കുറച്ചൊരു റൈസ് മേ ബി വോട്ടിങ്ങിൽ ഉണ്ടാവാം. പക്ഷെ അതൊരു 25,000 30,000 അപ്പുറമൊന്നും അത്ര തന്നെ പോകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം 10,000 അവിടേക്ക് എത്തണം. ഇതുവരെ കിട്ടിയിട്ടുള്ള പരമാവധി 24,000. 24,000 കിട്ടി 30,000 തന്നെ കിട്ടിയാൽ പോലും അത് ഒരു ഇലക്ട്രലി ഒരു വിജയത്തിലേക്ക് നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും മാണി സി കാപ്പൻ ജോസ് കെ മാണി എന്നുള്ളതിൽ ഒന്ന് ഒരു ഗൗരവത്തോടെ ആർക്കാണോ ആ റിസ്ക് എടുക്കാതെ ആർക്കാണോ കൂടുതൽ അവിടെ വിജയസാധ്യതയെങ്കിൽ വിജയസാധ്യത പരിഗണിച്ചുകൊണ്ട് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി വരുന്ന 1-2 മണ്ഡലങ്ങൾ, അതായത് പിന്നെ ഓൾറെഡി നമ്മുടെ UDF LDF കാലുമാറിക്കൊണ്ട് കുറച്ചൊരു പ്രശ്നം
വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്നുള്ളത് തൃശ്ശൂരും തൃശ്ശൂരും നാട്ടികയും എന്നുള്ളത്. തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്രാവശ്യം BJP-യുടെ സ്ഥാനാർത്ഥി എന്നത് പത്മജയാണ്. പത്മജ മുൻപ് അവിടെ മത്സരിക്കുകയും 43,000-നടുത്ത് വോട്ട് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പക്ഷെ അത് പത്മജയുടെ ഒരു പേഴ്സണൽ വോട്ടായിരിക്കും എന്ന് നമുക്കങ്ങനെ ആ നിലക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിലുള്ളൊരു റിസ്ക് എലമെൻ്റ് എന്ന് പറയുന്നത് 2021 P. ബാലചന്ദ്രൻ ആണ് അന്ന് വിജയിച്ചത്. 44,000 സംതിങ് വോട്ടുകളാണ് അവിടെ അന്ന് LDF ഉണ്ടായിരുന്നത്. 946 അന്ന് ലീഡ് ഉണ്ടായിരുന്നത്. 46 ലീഡിൽ മാത്രമാണ് വിജയിക്കുന്നത്. ലിറ്ററലി ത്രികോണ മത്സരമായിരുന്നു അന്ന് പത്മജക്ക് UDF 43,000 വോട്ടുകളാണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ തൊട്ടു പിന്നിൽ സുരേഷ് ഗോപിക്ക് അന്ന് 40,457 വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടെയുള്ളൊരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. സുരേഷ് ഗോപിക്ക് 40,000 ഉണ്ടായിരുന്നു, അന്ന് തന്നെ പത്മജക്ക് 43,000 ഉണ്ടായിരുന്നു. അത് പത്മജയുടെ വോട്ടൊന്നല്ല, അത് UDF വോട്ടാണ്. പക്ഷേ ആ പേഴ്സണൽ വോട്ടുകൾ അല്പമെങ്കിലും കൂടെ പോരുകയും അതിൻ്റെ കൂടെ സുരേഷ് ഗോപിക്ക് കിട്ടിയ BJP വോട്ടുകൾ അതേപോലെ പ്രിസേർവ് ചെയ്യപ്പെടുകയും ചെയ്താൽ, അത് BJP വോട്ടുകൾ തന്നെ ആവണം, അത് പ്രിസേർവ് ചെയ്യപ്പെടുകയും ചെയ്യണം. പത്മജയുടേത് കുറച്ച് പേഴ്സണൽ വോട്ടുകളെങ്കിലും വരികയും ചെയ്താൽ അതിലിപ്പോൾ തൃശ്ശൂരിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് സുരേഷ് ഗോപി, പത്മജ, ഈ രണ്ട് വ്യക്തികൾ ആയിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസും BJP നിന്നത്. അപ്പോൾ BJPക്ക് നിന്ന സുരേഷ് ഗോപിക്ക് പേഴ്സണലി വലിയ സർക്കിൾ ഉണ്ട്. അപ്പോൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നതെല്ലാം BJPക്കാരുടെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ 40,000 BJP വോട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം BJP വോട്ടല്ല, സുരേഷ് ഗോപി വോട്ടും കുറേ ഉണ്ടാവും. അതേപോലെ തന്നെ പത്മജൻ്റെ 43,000 പത്മജക്ക് കിട്ടിയ വോട്ടല്ല, അത് കോൺഗ്രസിന് കിട്ടിയ വോട്ടാണ്. അപ്പോൾ അതിൽ മുഴുവൻ പത്മജൻ്റെ കൂടെ നിൽക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി തന്നെ തൃശ്ശൂരിനെ നോക്കിക്കാണാം. അവിടെ സുരേഷ് ഗോപിയുടെ വോട്ട്, BJPയുടെ അല്ലാതെ സുരേഷ് ഗോപിയുടെ വോട്ട് ലഭിക്കാതിരിക്കുകയും കോൺഗ്രസിൻ്റേതായ പത്മജയുടെ വോട്ട് എന്ന് പറയാൻ പറ്റാത്ത വോട്ടുകൾ ലഭിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ BJP വളരെ ചെറിയൊരു സംഖ്യയിലേക്ക് അവിടെ ഒതുങ്ങും. അങ്ങനെ അതിനെ മാറ്റി വെക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ത്രികോണ മത്സരം കോൺഗ്രസ്സുകാരും CPM-കാരും അല്ലെങ്കിൽ LDF UDF രണ്ടിനും അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടുള്ള സ്ഥലമാണ്. അത് നമുക്ക് ഇതിൻ്റെ ഓരോ റിസൾട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ഇപ്പോൾ വെറും 7,000-നാണ് 2016 സുനിൽകുമാർ അവിടെ ജയിക്കുന്നത്, 7,000 വോട്ട് ലീഡിന്. അതും അതിന് മുമ്പ് 2016 വരെ കോൺഗ്രസ്, 91 മുതൽ 2016 വരെ കോൺഗ്രസ് ഭരിച്ച മണ്ഡലമാണ്. എന്നിട്ട് 16-ൽ 7,000 വോട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്, സുനിൽകുമാർ ജയിക്കുന്നുണ്ട്. 7,000 മോശം ഭൂരിപക്ഷം അല്ല, എന്നാൽ ഒരുപാട് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ദാറ്റ് മീൻസ് അവിടെ രണ്ടും കോമ്പറ്റീഷനിലാണ്. 2021 ആകുമ്പോഴേക്ക് 950 വോട്ടിന് വീണ്ടും CPI ജയിക്കുകയാണ്. CPIൻ്റെ കാൻഡിഡേറ്റാണ് ബാലചന്ദ്രനാണെങ്കിലും സുനിൽകുമാർ ആണെങ്കിലും. CPIക്കെല്ലാം ഹോളുള്ള സ്ഥലമാണ്, LDFന് നല്ല വോട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ LDFനും UDFനും നല്ല വോട്ടുള്ള, ആര് വേണമെങ്കിൽ ജയിച്ചേക്കാവുന്ന ഒരു സ്ഥലമാണ്. ഒപ്പം തന്നെ BJPക്കും നല്ല രീതിയിൽ വോട്ട് ലഭിച്ച പ്രീവിയസ് ഹിസ്റ്ററിയിലാണ്. ഒരുപാട് ഹിസ്റ്ററി ഇല്ല. അപ്പോൾ പരിശോധിക്കുമ്പോൾ 2006-ൽ 4,700 വോട്ടേ ഉള്ളൂ, 2011-ൽ 6,700 വോട്ടേ ഉള്ളൂ. തരംഗം വരുന്ന സമയത്ത് 2016 ആകുമ്പോഴേക്ക് 24,000 വോട്ടിലേക്ക് എത്തുന്നുള്ളൂ. 40,000 21-ൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചു പറഞ്ഞാൽ 40,000 ആൾക്കാരൊന്നുമില്ല, 24,000 ആൾക്കാരെ 2016-ൽ വോട്ട് ചെയ്തിട്ടുള്ളൂ. എങ്കിലും BJPക്ക് വേണമെങ്കിൽ അത് പുഷ് ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെ വേറൊരു പോസിറ്റീവ് ഉള്ളത്, സുരേഷ് ഗോപി MP ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള വലിയ നെഗറ്റീവ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ സുരേഷ് ഗോപിയെയും BJPയെയും തഴഞ്ഞേക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു രംഗത്തേക്ക് വോട്ട് ചെയ്യുന്നുള്ള റിഗ്രറ്റ് ആളുകളെ ബാധിച്ചേക്കാം എന്നുള്ളതാണ് വേറൊരു പോസിറ്റീവ് ആയിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ കാലു മാറിയിട്ടുള്ള മറ്റൊരു മണ്ഡലമാണ് നാട്ടിക എന്ന് പറയുന്നത്. നാട്ടികയിൽ CC മുകുന്ദൻ, ഇത് രണ്ട് പാർട്ടിയാണ്. അവിടെ കാലു മാറിയത് UDFന്റെ പത്മജ വേണുഗോപാലാണെങ്കിൽ ഇവിടെ നാട്ടികയിൽ LDFന്റെ CC മുകുന്ദനാണ്. അപ്പോൾ ഇവിടെയുള്ള ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 2021-ൽ ഇതേ മണ്ഡലത്തിൽ CC മുകുന്ദനായിരുന്നു 24,000 വോട്ടോടുകൂടി ലീഡോടുകൂടി വിജയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് 72,000 വോട്ടാണ് അന്ന് CC മുകുന്ദൻ. 72,000 വോട്ട് എന്ന് പറഞ്ഞാൽ നിയമസഭാ ഇലക്ഷനിൽ വലിയ വോട്ട് ഷെയർ ആണ്. അത് CC മുകുന്ദൻ നേടിയതാണ്. ആ CC മുകുന്ദനാണ് ഇപ്പോൾ NDAക്ക് വേണ്ടി അല്ലെങ്കിൽ BJPക്ക് വേണ്ടി സ്ഥാനത്ത് നിൽക്കുന്നതാണ്. എന്നാൽ അതേ സമയത്ത് അതിലുള്ളൊരു പോസിറ്റീവ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഇതേ മണ്ഡലത്തിൽ 2016-ൽ LDF തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അന്ന് ഗീതാ ഗോപി ആയിരുന്നു. അന്ന് 26,000 വോട്ട് ഉണ്ടായിരുന്നു. വോട്ട് കുറവായിരുന്നു, പക്ഷേ ലീഡ് 26,000 ഉണ്ടായിരുന്നു. അത് CC മുകുന്ദനായപ്പോൾ 24,000 കുറയാണ് ചെയ്തിട്ടുള്ളത്. 2011-ൽ ഇതേ ഗീതാ ഗോപി തന്നെ ആയിരുന്നു അന്നത്തെ LDFന്റെ സ്ഥാനാർത്ഥി. അന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നു 16,000 വോട്ടോട് കൂടിയാണ്. എന്ന് വെച്ചാൽ 16 26 ആക്കിയ
ഒരു സ്ഥാനാർത്ഥിയാണ് ഗീതാഗോപി. ആ ഗീതാഗോപിയാണ് ഇപ്രാവശ്യം LDFന്റെ സ്ഥാനാർത്ഥി CC മൂന്നിനെതിരെ വരുന്നത്. അതിനോട് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ ഇത് CPM അല്ലെങ്കിൽ LDFന്റെ വോട്ടാണ്. LDFന്റെ വോട്ടായതുകൊണ്ടാണ് ഗീതാഗോപി ഇതിനെ കൂട്ടി. ആ കൂട്ടിയ വോട്ട് CC മൂന്ന് വന്നപ്പോൾ നിന്നു. 2014 ഗീതാഗോപിക്ക് 64,000 വോട്ടാണുള്ളത്. അത് ഗീതാഗോപി കൂട്ടി 2016 ആയപ്പോൾ 70,000 വോട്ടാക്കി. പിന്നെ CC മൂന്ന് വന്നപ്പോൾ 72,000 വോട്ടാക്കി. അതിൽ 16,000 ഉള്ള ലീഡ് 26,000 ആക്കി. 26,000 24,000 CC മൂന്ന് സമയത്ത് കുറഞ്ഞു. അപ്പോൾ ഇത് LDFന്റെ വോട്ടാണ്. അത് ആളുകൾ വരുമ്പോൾ വലിയ ഫ്ലക്ച്വേഷൻ വരുന്നില്ല. അപ്പോൾ CC മൂന്നിന് കിട്ടിയ ഈ വോട്ട് മുഴുവൻ CC മൂന്നിൻ്റെ കൂടെ പോയിക്കൊള്ളുന്നില്ല. ഗീതാഗോപി എന്ന് പറയുന്ന വലിയ ട്രാക്ക് റെക്കോർഡുള്ള ആ മണ്ഡലത്തിൽ നന്നായിട്ട് അറിയുന്ന 10 വർഷം അവിടെ MLA ആയിരുന്ന ആളാണ് വീണ്ടും LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഗുണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇപ്പോൾ UDFനുള്ള വോട്ട് ഷെയർ പരിശോധിക്കുമ്പോൾ 2021 44,000 വോട്ടാണ്. സുനിൽ ലാലൂരാണെന്ന സ്ഥാനാർത്ഥി. അതേ സുനിൽ ലാലൂരാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ KV ദാസനായിരുന്നു അതിന് മുമ്പത്തെ തവണ UDF സ്ഥാനാർത്ഥി. അന്ന് അദ്ദേഹത്തിന് 40,000 വോട്ട് കിട്ടി. അപ്പോൾ UDFന് 44,000 വോട്ട് കിട്ടുന്ന അത്യാവശ്യം നല്ല വോട്ട് ഷെയർ ഉള്ള സ്ഥലം തന്നെയാണ്. ആ വോട്ട് ഷെയർ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു റിസ്ക് എലമെൻ്റ് എടുത്തുകൊണ്ട് ഒരു എന്താ പറയുക പരീക്ഷണത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. കാരണം BJP ഇവിടെ ശരിക്കും അവരുടെ പഴയ കളി കളിക്കുന്ന ഒരു സ്ഥലമാണ്. അഥവാ 2011 BJP ആണ് നിൽക്കുന്നത്. BJPക്ക് 11,000 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആ 11,000 വോട്ട് എന്നുള്ളത് BJP 2016 ആയപ്പോഴേക്ക് BDJSന് നിർത്തി. ഇതിന് 33,000 വോട്ടാക്കി ഇതിനെ കൂട്ടി. എന്നിട്ട് പല സ്ഥലങ്ങളിലും മുന്നണി രാഷ്ട്രീയം കളിക്കുന്ന കളി എന്ത് ചെയ്യും, ഇവർ കളിക്കുന്നു. BDJS നിർത്തി വോട്ട് കൂട്ടി BDJSനെ വലിച്ചു BJP കളിക്കുന്നു. BJP വീണ്ടും നിന്നു. BJP വീണ്ടും നിന്നിട്ട് 33,000 അതേപോലെ നിലനിർത്തി. 2016 33,000 വോട്ട് BDJSന് കിട്ടുന്നു. 33,000 അല്ലെങ്കിൽ 33,700 വോട്ട് 2021 BJPക്ക് കിട്ടുന്നു. ആ 33,000 അവിടെ കിടക്കുന്നുണ്ട്. CC മൂന്നിന് കഴിഞ്ഞാൽ കിട്ടിയ 72,000 വോട്ടാണ്. അതിലൊരു 20,000 25,000 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിക്ചർ മാറും. നമുക്ക് ആശ്വസിക്കാം, ഗീതാഗോപിയാണ് നിൽക്കുന്നത്. CPMന് വലിയ അല്ലെങ്കിൽ LDFന് വലിയ സ്ട്രോങ് ഹോൾഡുള്ള സ്ഥലമാണ്. അത്രയും വോട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. മുൻപ് കിട്ടിയിട്ട് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ BJPയുടെ വോട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുനിൽ ലാലൂര് തന്നെയാണ് നിൽക്കുന്നത്. സുനിൽ ലാലൂരും ഇതേപോലെ ഒരുപാട് സമയം അവിടെ വർക്ക് ചെയ്ത ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഗീതാഗോപിനെ അറിയാം, CC മുകുന്ദനെ അറിയാം, സുനിൽ ലാലൂരിനെ അറിയാം. ഈ മണ്ഡലക്കാർക്ക് അത്രയും പരിചയമായിട്ടുള്ള ആൾക്കാരാണ്. 15 കൊല്ലത്തിനിടക്ക് കണ്ട് പരിചയിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടുള്ള കൺഫ്യൂഷനിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇവിടെ CC മുകുന്ദൻ വീണ്ടും ജയിക്കുന്ന അല്ലെങ്കിൽ BJP ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പോകരുത്. ആ വ്യക്തത നമുക്ക് വേണം. അവിടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ബേസിലുള്ള സ്ട്രോങ് ഹോൾഡ് ഗീതാഗോപിക്കാനാണ് അനുകൂലം. ഇവിടെ BJPയെ തോൽപ്പിക്കാൻ അത്രയും നിലപാടെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹോട്ട് സീറ്റുകളായി പറയപ്പെടുന്ന മണ്ഡലങ്ങൾ. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ ഓരോന്നിലും അതിൻ്റെ ചില മണ്ഡലങ്ങൾക്ക് വളരെ സിമ്പിളാണ് ചിത്രം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ചില സ്ഥലത്ത് അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, BJP ജയിക്കുക എന്ന് പറയുന്ന NDA എന്ന് പറയുന്ന ഒരു സഖ്യമാണ് അല്ലേ. ആ NDA സഖ്യം ഒരു നിലക്കും ജയിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ അവിടെയാണ് ഈ 2020 വരുന്നത്. അതെ, അപ്പോൾ കുന്നത്തുനാട് പോലെയുള്ള ചില മണ്ഡലങ്ങളിൽ അടക്കം 2020ക്ക് ഇത്തവണ ഒരു 19 സീറ്റ് വരെ കൊടുത്തിട്ടുണ്ട് NDAയിൽ. അത് എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതിന് വേറെ ഒരുപാട് ചർച്ചകളുണ്ട്. നമ്മളിപ്പോൾ പക്ഷേ പരിശോധിക്കുകയാണെങ്കിൽ 2020ക്ക് കൊടുത്തത് കൊണ്ട് കുറേ ആശ്വാസമായ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള കുറേ മണ്ഡലങ്ങളുണ്ട്. BJPക്ക് സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്ന കുറേ മണ്ഡലങ്ങളിൽ, ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോലെ, തൃപ്പൂണിത്തറ പോലെ, തൊടുപുഴ പോലെ, റാന്നി പോലെ, പുനലൂർ പോലത്തെ കുറേ മണ്ഡലങ്ങൾ 2020 കൊടുത്തുകൊണ്ട് ആശ്വാസമാണ്. കാരണം അവിടെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ചില മണ്ഡലങ്ങളിൽ 2020ക്കും കുറച്ച് ഓൾറെഡി വോട്ടുണ്ട്, BJPക്കും വോട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ NDAയുടെ ടോട്ടൽ വോട്ട്, NDA എന്ന് പറയുന്നത് BJPയുടെ മുന്നണിയുടെ ടോട്ടൽ വോട്ട് കൂടും. അത് കുറച്ച് റിസ്ക് എലമെൻ്റ് ഉണ്ടാക്കും. അതിൽ ഏറ്റവും റിസ്ക് എലമെൻ്റ് ഉണ്ടാക്കുന്നത് കുന്നത്തുനാടാണ്. കാരണം കുന്നത്തുനാടിൻ്റെ പ്രശ്നം, കുന്നത്തുനാട് കഴിഞ്ഞ തവണ UDFൻ്റെ വോട്ട് 52,000 UDF ആണ് ജയിച്ചിട്ടുള്ളത്. LDFൻ്റെ വോട്ട് 49,000. വെറും 3,000-ഓളം വോട്ടാണ് അവിടെ ലീഡ് വരുന്നത്. ഇതേ സമയത്ത് സുജിത് P സുരേന്ദ്രൻ എന്ന് പറയുന്ന 2020 സ്ഥാനാർത്ഥിക്കുള്ള വോട്ട് 42,000. അപ്പോൾ സെക്കൻഡിൽ LDFന് 49,000, തേർഡുള്ള 2020 പാർട്ടിയുടെ കാൻഡിഡേറ്റ് 42,000. അറ്റ് ദി സെയിം ടൈം BJPക്ക് അവിടെ 7,000 വോട്ടുണ്ട്. അഥവാ ആ BJPയുടെയും 2020യുടെയും വോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡിലേക്ക് വരെ എത്താവുന്ന അത്ര വോട്ട് ഷെയർ 2020ക്കും BJPക്കും കൂടെ അവിടെ ഉണ്ട്. അത് രണ്ടും കൂടെ എത്തവണ ഒന്നിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും. മേ ബി 2020 അന്നത്തെ ആളുകളിൽ ഒരുപാട് ആളുകൾ ഒരുപക്ഷെ LDF UDF വോട്ടേഴ്സ് ആയിരിക്കും. 2020 NDAയിലേക്ക് പോകുന്നതോടുകൂടി കൊഴിയുന്ന ഒരുപാട് വോട്ടുകൾ ഒബ്വിയസ്ലി ഉണ്ട്. കാരണം 2020യിലും ഒരു മതേതരത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈ ഫാസിസത്തോട് പിന്നെ ചേർന്ന് പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ സ്വാഭാവികമായിട്ടും ആ വോട്ടേഴ്സിൽ ഉണ്ടാവും. അപ്പോൾ അത് കൊഴിയും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ എന്നാലും
അവിടെയുള്ള ആ ഒരു റിസ്ക് എലമെന്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അക്കോർഡിംഗ്ലി പ്രവർത്തിക്കുകയും പിന്നെ ഇത് ചെയ്യണം. കേൾക്കുന്ന ആ ഭാഗത്തുള്ള 2020 വോട്ട് ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി അവർ അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പാർട്ടി എന്തൊരു നയത്തിലാണ് മുന്നോട്ട് പോകുന്നത്, ആരോടാണ് അലയാവുന്നത്, അവരെങ്ങോട്ടാണ് അവരുടെ ടോട്ടൽ ഫോക്കസ് മാറ്റുന്നത് വ്യക്തമായി നമുക്ക്. ഇനി അതിൽ സംശയമില്ല അവരെങ്ങോട്ടാണ് പോകുന്നത് ക്ലിയർ ആണ്. മുമ്പൊക്കെ കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു, ഒരു NDAയിൽ ചേരും, BJPക്കൊപ്പം നിൽക്കും. റൂമേഴ്സിൻ്റെ ആവശ്യമില്ല, ഷുവറായി. അപ്പോൾ ആ ഒരു അലൈ ഇപ്പോൾ തന്നെ ഈ ഒരു നിമിഷം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഇതുപോലെയുള്ള ഒരുപാട് മണ്ഡലങ്ങൾ ഇങ്ങനെ കൂട്ടി പിടിച്ചാൽ ചെറിയ രൂപത്തിലെങ്കിലും അപകടകരമാവാൻ ഇപ്പോൾ വൈപ്പിൻ അല്ലെ 16,000-ഉം 13,000-ഉമാണ്. 16,000 2020 മുമ്പ് ഉണ്ടായിരുന്ന വോട്ട് ഷെയർ. അതിൽ BJPക്ക് 13,000 ഉണ്ടായിരുന്നു. രണ്ടും കൂടി കൂടുമ്പോൾ ഒരു 30,000-ഓളം വരും. അതായത് 30,000 എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒരു റിസ്ക് എലവൻ ചില സ്ഥലമാണ്. 30 to 40 അല്ലെങ്കിൽ 45 ഒക്കെ പറയുന്നത്. 45+ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കേണ്ട സാഹചര്യമാണ്. 50+ 60+ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും വിജയസാധ്യത തന്നെ ഒരു പരിധി വരെയുള്ള സാഹചര്യമാണ്. 30,000 വരെ വോട്ടൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വൈപ്പിൻ ഒന്ന്. രണ്ടാമത്തത് പെരുമ്പാവൂർ, അവിടെ 20 പിന്നെ 2020 20-ഉം അതേപോലെ തന്നെ BJPക്ക് 15 ഉണ്ടായിരുന്നു. 2021 കണക്കാണ് പറയുന്നത്. അപ്പോൾ അത് 35,000-ഓളമാണ് അത് കൂടുമ്പോൾ വരിക എന്നുള്ളത് ഒരു ചെറിയൊരു റിസ്ക് എലമെൻ്റ് ആണ്. അതേപോലെ തന്നെ കൊച്ചിയിൽ 19,000-ആണ് 2020 ഉണ്ടായിരുന്നത്. അത് BJPക്ക് 10,000 ഉണ്ടായിരുന്നു, 10,000 ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുമ്പോൾ ഏകദേശം 30,000-ൻ്റെ അടുത്ത് അവിടെയും വരുന്നുണ്ട്. മൂവാറ്റുപുഴ 13,000-ആണ് 2020-ക്ക്, 7,000-ആണ് BJPക്ക്. അപ്പോൾ അത് കൂടുമ്പോൾ ഏകദേശം 20,000-ത്തിനടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മണ്ഡലങ്ങൾ കൂടി ഉണ്ട്. അതുകൂടി എന്ത് ചെയ്യണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിൽ ഇത്രയും പിന്നെ വിശദമായി സംസാരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി റാഷണലി ആലോചിക്കാനും കൃത്യമായൊരു ഡിസിഷൻ എടുക്കാനും സാധിക്കുക. നമ്മളിനി മനസ്സ് കൊണ്ടുപോകേണ്ടത് നമ്മൾ റിസൾട്ടിൻ്റെ അന്ന് TVൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആ ഒരു സമയത്തേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടുപോകുക. അപ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കുന്നത് എന്താ, അവിടുന്ന് ഒന്ന് ഇങ്ങോട്ടായിരുന്നെങ്കിൽ ഈ സീറ്റ് ഒഴിവാക്കായിരുന്നു, ഈ ലീഡ് ഒഴിവാക്കായിരുന്നു, ആ ചിന്ത നമുക്ക് വരാറില്ലേ? അത് ശരിയാണ്, പാർട്ടി പൊളിറ്റിക്സിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറവുണ്ടാവും. പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ്, അതിനേക്കാളൊക്കെ ഗൗരവകരമാണ് ഈ ഒരു NDAക്ക് ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത്. കാരണം ഇത്രയും കാലം നമ്മുടെ നാട് അത് ഇല്ലാതെ ഒറ്റത്തവണ മാത്രം അബദ്ധം പറ്റുന്ന രൂപത്തിൽ നമ്മുടെ നാട് അത് നിലനിർത്തിയിട്ടുണ്ട്. ഇവർക്ക് ഇത്തരത്തിൽ ഒരു സ്വാധീനം ഉണ്ടാകും എന്ന പ്രതീതി ഉണ്ടായാൽ തന്നെ വലിയ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഭിന്നതയും അതുപോലെ തന്നെ ധ്രുവീകരണവും ഉണ്ടാക്കുമെന്നുള്ളത് നമ്മുടെ അനുഭവമാണ്, അല്ലെ, ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലുള്ള അനുഭവമാണത്. അതൊരിക്കലും ഈ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കാൻ വളരെ ജാഗ്രതയോടുകൂടി വേണം നമ്മുടെ വോട്ട് വിനിയോഗിക്കാൻ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കുന്നത്തനാട് ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിൽ കുറച്ചും കൂടി ത്രികോണ മത്സരം കുറച്ചുകൂടി വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. കാരണം ഓൾറെഡി ഇപ്പോൾ LDFന് സ്ഥാനത്തായിട്ടുള്ളത് ഇതിലിപ്പോൾ സിറ്റിംഗ് MLA ആയിട്ടുള്ള PV ശ്രീനിജനാണ്. എന്നാൽ അതേ സമയത്ത് UDFന് സ്ഥാനത്തായിട്ടുള്ളത് VP സജീന്ദ്രനാണ്. സജീന്ദ്രൻ എന്ന് പറഞ്ഞാൽ 11-ലും 16-ലും അവിടെ വിജയിച്ച MLA ആയിരുന്ന ആളാണ്. 2021 ഈ LDFൻ്റെ ഓളുണ്ടാകുന്ന സമയത്ത് ആ 100 സീറ്റ് കിട്ടിയ ഭയങ്കര സംഭവമായ സമയത്ത് 2,700 വോട്ടിന് മാത്രം തോറ്റ ആളാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റാണ് സജീന്ദ്രനാണെങ്കിലും ശ്രീനിജിനാണെങ്കിലും. ഇനി ഈ നേരത്തെ പറഞ്ഞ 2020-യും BJPയുടെയും കൂട്ടിയാൽ 49,000 വോട്ട് വരെ 2021 വെച്ച് വരുന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ആ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു സാഹചര്യം പറഞ്ഞല്ലോ. ആ സാഹചര്യത്തിലുള്ള അലയുടെ അഥവാ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ബാബു ദിവാകരനാണ്. നമ്മൾ ജനറലി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. കാരണം മുമ്പ് RSPയുടെ നേതാവായിരുന്നു, മിനിസ്റ്ററായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ആസ് യൂഷ്വൽ സുജിത് P സുരേന്ദ്രനേക്കാൾ വോട്ട് കാണാൻ പറ്റുന്ന ആളാണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ സ്റ്റാറ്റ്സ് പരിശോധിക്കുമ്പോൾ ഒരു റിസ്ക് എലവൻ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ശ്രീനിജിനാണോ അതോ VP സജീന്ദ്രനാണോ, ഇതിൽ ആരാണോ ബെറ്റർ എന്ന് നോക്കി അത് എല്ലാവരും ഒരേപോലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് LDF or UDF ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിയുന്നൊരവസ്ഥ നിർബന്ധമായിട്ടും കുന്നത്തനാടിൽ ഉണ്ടാവണം. ബിക്കോസ് ത്രികോണ മത്സരം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകാൻ വളരെയധികം ചാൻസ് ഉള്ള മണ്ഡലമാണ്. അപ്പോൾ ജനറലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വോട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു 5 വർഷത്തേക്കുള്ള ഒരു തീരുമാനമാണെന്നുള്ള പ്രത്യേകം ഓർക്കണം. ഏതെങ്കിലും 1-2 വിഷയങ്ങൾ 1-2 സാഹചര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്നൊരു വോട്ടായിരിക്കരുത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 5 വർഷം നമ്മൾ ഒരു തീവ്രവാദമുള്ള ഒരു വർഗീയതയുള്ള ഒരു മുന്നണിയുടെ ഒരു MLA സഹിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MLA ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ലോക്സഭാ ഇലക്ഷന് ശേഷം എങ്ങനെയാണ് തൃശ്ശൂർകാർക്ക് അനുഭവപ്പെടുന്നുള്ളതൊക്കെ വ്യക്തമാണ്, സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ കേരളക്കാർ പ്രബുദ്ധർ എന്ന അർത്ഥത്തിൽ നമ്മളതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മണ്ഡലങ്ങളും ഇതല്ലാത്ത മണ്ഡലങ്ങളിലും എല്ലാം സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ സാധ്യതകൾ ഇല്ലാതാക്കും വിധം നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വോട്ടിങ്ങും പോകണം എന്നുള്ളതാണ്.
നമ്മുടെ മണ്ഡലത്തിൻ്റെ ഗ്രൗണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അടിയൊഴുക്കുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ വോട്ട് ഉപയോഗിക്കുക.